പേടകത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള 11 വിക്ഷേപണങ്ങളിലൂടെ ഒരു പേടകം ശൂന്യാകാശത്ത് സജ്ജമാകും. അതിനകത്ത് ബഹിരാകാശ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങൾ, ക്വാർട്ടേഴ്സ് വരെ ഉൾപ്പെടുന്നതാണ്. ഇനി ഈ പേടകം കൊണ്ട് നമുക്കെന്താ ദോഷം? അതിനെപ്പറ്റി അറിയുന്നതിന് അല്പം കൂടെ പിറകോട്ട് പോകണം. ജാനുവരി മാസം നമ്മളെല്ലാവരും പേടിച്ച ഒരു സംഭവമുണ്ട്. ചൈനയുടെ ഒരു ഉപഗ്രഹം ഇതാ താഴത്തേക്ക് വരുന്നു. അത് ഇന്ത്യയിൽ പതിക്കുമോ, നമ്മുടെ കടൽ തീരത്ത് പതിക്കുമോ എന്നുള്ള ആശങ്കയായിരുന്നു. എന്തായാലും നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ ആൾക്കാർക്ക് ഒരു ദോഷവും വരുത്താതെ അത് സേഫായിട്ട് ലാൻഡ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഉപഗ്രഹം ചൈനയുടെ തന്നെയായിരുന്നു. ചൈന നശിപ്പിച്ചതായിരുന്നു. ഇന്ന് ഈ ലോകം, USA ഉൾപ്പെടെയുള്ള ലോകം പേടിക്കുന്നത് ഇതാണ്. ചൈനയുടെ ഈ പോക്ക്, അതുപോലെ തന്നെ ഈ ടിയാൻഗോങ് നാളെ നമ്മുടെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമോ? ഇനി ഇന്ത്യയുമായിട്ടുള്ള തർക്കങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ യുദ്ധത്തിന് ശേഷം നാം എല്ലാം വിചാരിച്ചത് എന്താണ്? ഇനി ചൈനയുമായിട്ട് നമുക്ക് കാര്യമായ ഇടപാടുകൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവ കാര്യമായിട്ട് ഉണ്ടാവുകയില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ആദ്യത്തെ 6 മാസത്തെ ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതിയിൽ 70% വർധനമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ചൈനയിലേക്കുള്ള കയറ്റുമതിയിലും വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് കാണേണ്ടത് ഇങ്ങനെയാണ്. ബ്രിട്ടീഷുകാര് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ സപ്ലൈ ചെയ്യുകയായിരുന്നു നമ്മുടെ രാജ്യം തീരുന്നത്. ഇന്ന് ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യം എത്തിയോ എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് സംശയിക്കുന്നത്. കാരണം ചൈനയിലോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് കരിങ്കല്ല്, അയൺ ഓർ ഇതുപോലെയുള്ള അസംസ്കൃത വസ്തുക്കളാണ്. അതേസമയം ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിൽക്കാനുള്ള ഒരു കോളനിയായോ ഇന്ത്യ ചൈനയ്ക്ക്. ഈ തരുണത്തില് അനൂപ് സാറിന്റെ ആ ആനയും എലിയും അത് മാത്രം മതി ഈ ക്ലാസ് ഒന്ന് ബ്രീഫാക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഏതാനും സ്ലൈഡുകളുടെ സഹായത്തോടെ ഞാൻ ഈ ക്ലാസ് അവതരിപ്പിക്കുകയാണ്. ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഓഫ് ഇന്ത്യ ആൻഡ് ചൈന. 1950കളിലോട്ട് പോവുകയാണ്. രണ്ട് രാജ്യങ്ങൾ ഒരേ അവസ്ഥയിൽ തുടങ്ങുന്നു. ഇന്ത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ വർഷം, അതുപോലെ തന്നെ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയതിന്റെ പിറ്റേ വർഷം. ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു. മാവോ സേത്തുങ് ചൈനയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു. അന്നത്തെ ചൈനയുടെ GDP $239, $239 ബില്യൺ. ചൈനയുടേത്, ഇന്ത്യയുടേത് $222 ബില്യൺ. രണ്ട് രാജ്യങ്ങളും ഏകദേശം ഒരുപോലെ നിൽക്കുന്നു. പക്ഷേ പെർ ക്യാപിറ്റ ഇൻകം പോപ്പുലേഷൻ വൈസ് ചൈനയ്ക്ക് കൂടുതലായതുകൊണ്ട് അന്ന് പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ ആയിരുന്നു ബെറ്റർ. അന്ന് ഗ്ലോബൽ GDPയുടെ 4.5% ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് 4.2%. ചൈന ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക്ക് രൂപം കൊടുത്തു. ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി 5 ഇയറിലൂടെ മുന്നോട്ട് പോകുന്ന
പ്ലാനാണ് തയ്യാറാക്കിയത്. ആദ്യമേ ചൈന ശ്രദ്ധിച്ചത് അവിടുത്തെ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ കളക്ടിവൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ വികസനം പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു. ഫോറിൻ ട്രേഡ് പരമാവധി ലിമിറ്റ് ചെയ്തു. 1952 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന സാമ്പത്തിക നയത്തിന് രൂപം കൊടുത്തു. അഗ്രികൾച്ചർ സെക്ടറിൽ ചൈന വരുത്തിയ മാറ്റങ്ങൾ ആദ്യമേ മ്യൂച്വൽ എയ്ഡ് ടീംസ് എന്ന രൂപത്തിലൂടെ കാർഷിക മേഖലയിലെ കർഷകരെ ഒന്നിച്ചു കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ കുറെ കർഷകർ ഒരുമിച്ച് അവരുടെ ലാൻഡും അവരുടെ അധ്വാനവും ഷെയർ ചെയ്യുന്നു. പക്ഷേ ലാൻഡിന്റെ ഉടമസ്ഥാവകാശം ആ ഭൂവുടമകൾക്ക് തന്നെയായിരുന്നു. 1954 അത് അല്പം കൂടെ വികസിപ്പിച്ച് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അവിടെ ഈ ഭൂവുടമകള് അവരുടെ സ്ഥലം, അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങള്, മൃഗങ്ങൾ, ഇവരെയൊക്കെ ഷെയർ ചെയ്തു. അത് പെർമനന്റ് ആയിട്ട് ഷെയർ ചെയ്തു. പക്ഷേ ലാൻഡ് ഓണർഷിപ്പ് ഇപ്പോഴും ലാൻഡ് ഉടമകൾക്ക് തന്നെയായിരുന്നു. അഗ്രികൾച്ചർ ഫ്ലറിഷ് ചെയ്ത സമയമായിരുന്നു. ആവശ്യത്തിനുള്ള ഫുഡ് ഗ്രെയിൻസ് ശേഷം ചൈന ഫുഡ് ഗ്രെയിൻസ് എക്സ്പോർട്ട് ചെയ്ത സമയം. 1952 ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് അതിന്റെ കൂടെ അഗ്രികൾച്ചറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ചെയ്തത് പീപ്പിൾസ് കമ്മ്യൂൺ എന്ന ബൃഹത്തായ സംഘടനയിലോട്ട് കാർഷിക രംഗത്തെ കൊണ്ടുവന്ന് ഏകദേശം 5400ഓളം ഹൗസ് ഹോൾഡ്സിനെ ഉൾപ്പെടുത്തി വിവിധങ്ങളായ കമ്മ്യൂണുകൾക്ക് രൂപം കൊടുത്തു. 20,000 മുതൽ 30,000 വരെ ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ചൈനയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് പരമാവധി ആൾക്കാരെ പണിയിപ്പിച്ച് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ശ്രമിച്ച് അതിന്റെ ഫലം കാർഷിക മേഖല തകർന്നു, തരിപ്പണമായി. 1952 ചൈനയ്ക്ക് ഫുഡ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. നമ്മുടെ കേസ് എടുക്കാം. 1950 നമ്മൾ ആരംഭിച്ച വികസന പാതയിൽ 5 ഇയർ പ്ലാൻസ് ആണ് നമ്മെ നയിച്ചത്. ആ വികസന പ്രക്രിയയിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, ഹെവി ഗുഡ് ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ, കെമിക്കൽസ്, മെഷീൻ ടൂൾസ്, ലോക്കോമോട്ടീവ്സ്, പവർ, ഈ മേഖല ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള 5 ഇയർ പ്ലാൻസിനാണ് ഗവൺമെന്റ് രൂപം നൽകിയത്. ഇതെല്ലാം തന്നെ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ആയിരുന്നു. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ വേണം എന്ന് തീരുമാനിക്കാൻ കാരണം അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്മെന്റ് ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയുടെ ഫീച്ചർ ആയിട്ട് അന്നത്തെ നമ്മുടെ ലീഡേഴ്സ് കൺസിഡർ ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് പബ്ലിക് സെക്ടറിൽ വന്നത്? ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി അതായിരുന്നു നമ്മുടെ അന്നത്തെ ലീഡേഴ്സിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് വ്യവസായ മേഖല, ഇൻഡസ്ട്രീസ് മുഴുവനും പബ്ലിക് സെക്ടറിൽ വരണമെന്നും അവർ ആഗ്രഹിച്ചു. ഇനി ഈ പബ്ലിക് സെക്ടറിനെ, സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇമ്പോർട്ട് പരമാവധി നിയന്ത്രിച്ചു. നമ്മുടെ ഇവിടെയുള്ള പ്രൈവറ്റ് എന്റർപ്രൈസസ് വളർന്നു വരാതിരിക്കാൻ വേണ്ടി ലൈസൻസിങ് സിസ്റ്റം ഏർപ്പാടാക്കി. പ്രൈവറ്റ് ഫേംസിന് പരമാവധി ലിമിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സൈസ് കൂടാതെ എന്നുള്ളതായിരുന്നു ഈ ലൈസൻസിങ് സിസ്റ്റത്തിന്റെ പ്രധാന ഉദ്ദേശം. ലൈസൻസ് രാജ് എന്നാണ് ഈ ഒരു പ്രക്രിയയെ അന്ന് നമ്മുടെ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളും വിദേശികളും വിശേഷിപ്പിച്ചിരുന്നത്. ഇനി കൺസ്യൂമർ ഗുഡ്സ് ആയ ക്ലോത്തിങ്, ഫർണിച്ചർ, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ഇതുപോലെയുള്ള കമോഡിറ്റി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് സംവരണം ചെയ്യുകയും ചെയ്തു. അഗ്രികൾച്ചർ മേഖലയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിച്ചു. ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടർ രൂപീകരിക്കാനായിട്ട്. പക്ഷേ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള പുരോഗതി വരിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. വെറും
5% സ്ഥലം മാത്രമാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിച്ചത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫാമിംഗ് നടപ്പിലാക്കാനായിട്ടും ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇതെല്ലാം 1960-കളില് ഫുഡ് ഷോർട്ടേജിന് കാരണമാക്കി. അവിടെ US നിന്ന് ഫുഡ് ഇമ്പോർട്ട് ചെയ്യേണ്ട ഗതിയിലോട്ട് നമ്മുടെ രാജ്യത്ത് നയിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യം കാർഷിക മേഖലയെ പാടെ അവഗണിച്ചു ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഊന്നൽ കൊടുത്തുള്ള ഒരു നയമാണ് സ്വീകരിച്ചത്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് നോക്കാം. 1950-ല് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഹെവി ഇൻഡസ്ട്രിയൽ സെക്ടറിന് രൂപം കൊടുത്തത്. പക്ഷേ ഇത് പൂർത്തിയാക്കുന്നതിന് ഉദ്ദേശിച്ച സമയം പോരാമായിരുന്നു. വീണ്ടും വർഷങ്ങളോളം എടുത്താണ് ഇത് പൂർത്തീകരിച്ചത്. ഇനി അതിന്റെ കോസ്റ്റ് പ്രതീക്ഷിച്ചതിനും വളരെയധികം കൂടി. ചൈന പബ്ലിക് സെക്ടർ കമ്പനികളിൽ നിന്ന് ലാഭം കൊയ്തപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓരോ വർഷവും നല്ല ശതമാനം ബഡ്ജറ്റ് ഈ പബ്ലിക് സെക്ടർ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസിനെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പബ്ലിക് സെക്ടർ കമ്പനികൾ ഗവൺമെന്റിന് ഒരു ബാധ്യതയായി മാറുന്നു. മിക്ക പബ്ലിക് സെക്ടർ കമ്പനികളും ഓവർ സ്റ്റാഫ്ഡ് ആയിരുന്നു. അവരുടെ പ്രോഡക്റ്റിന് സഫീഷ്യന്റ് ഡിമാൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് മിക്കവയും അവയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പബ്ലിക് സെക്ടർ കമ്പനികളിൽ നിന്ന് ലാഭം ഉണ്ടാകാതിരുന്ന അവസ്ഥയിൽ അവയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും പൈസ മുടക്കേണ്ട സമയത്ത് ഗവൺമെന്റ് ചെയ്ത മെത്തേഡാണ് പുതിയ മണി രൂപ അടിക്ക് പ്രിന്റ് ചെയ്യുക. അതിന്റെ ഫലമോ ഇൻഫ്ലേഷൻ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പില് ഗവൺമെന്റ് പരാജയപ്പെടുമോ എന്നുള്ള ഭീതി കാരണം പ്രൈസ് റെഗുലേഷൻസ്, എസൻഷ്യൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. എന്തിനു കാരണമാക്കി? എക്കോണമി ബ്ലാക്ക് മാർക്കറ്റിംഗ് ഫ്ലറിഷ് ചെയ്യുന്നതിന് കാരണമായി. അതുപോലെ തന്നെ അഴിമതിക്കും വഴിതെളിച്ചു. ഇനി നമ്മൾ അന്ന് ഫോളോ ചെയ്തിരുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ഡോളറുമായിട്ടുള്ള നമ്മുടെ രൂപയുടെ വിനിമയ റേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായ ഇൻഫ്ലേഷൻ എന്തിനു കാരണമാക്കി? നമ്മുടെ ഇമ്പോർട്ട് ബിൽ കൂടുന്നതിനും എക്സ്പോർട്ട് കുറയ്ക്കാനും കാരണമായി. അതുപോലെ തന്നെ ഫുഡ് ഇമ്പോർട്ട് നമുക്ക് കാര്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജും വരുത്തി. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിദേശ കറൻസി ഡോളർ നമുക്കൊരു കിട്ടാക്കനിയായിട്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല കമ്പനികൾക്കും ഈ ഡോളറിന്റെ ഷോർട്ടേജ് മൂലം അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഇറക്കി ചെയ്യാൻ പറ്റാതെ കൂട്ടിക്കിടന്ന പല കമ്പനികളും. അഗ്രികൾച്ചറിൽ ഉണ്ടായ തിരിച്ചടി ആ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു. അത് ക്രോപ്പിന് നല്ല പ്രൈസ് ഉറപ്പ് നൽകുന്ന പോളിസിയിലോട്ട് ഗവൺമെന്റിനെ നയിച്ചു. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഇവ വാങ്ങുന്നതിന് സബ്സിഡീസ് കൊടുക്കാനായിട്ട് കാരണമാക്കി. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ കാർഷിക മേഖലയുടെ പ്രവർത്തനം സജീവമാക്കി, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. നമ്മൾ അതിന് ഗ്രീൻ റവല്യൂഷൻ എന്ന പേര് കൊടുത്തു. ഈ ഗ്രീൻ റവല്യൂഷനെ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അന്ന് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആഗ്രഹിച്ചു. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും വരുത്തിയില്ല. വീണ്ടും വീണ്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഞെരുക്കുന്ന പോളിസികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. വിദേശ കമ്പനികള് കൊക്കക്കോള, അതുപോലെ തന്നെ IBM ഇവയൊക്കെ നമ്മുടെ രാജ്യം വിട്ടുപോകാനായിട്ടും കാരണമായി. അങ്ങനെ 1970-കളില് ചെറിയ മാറ്റം, കൂടുതൽ ലിബറലൈസേഷനിലോട്ട്
പോകാനായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രേരിപ്പിച്ചു. കൺസ്യൂമർ ഗുഡ്സ്, ഫുഡ്വെയർ, ഫർണിച്ചർ, അതുപോലെയുള്ള കമോഡിറ്റികൾക്ക് നമ്മുടെ രാജ്യത്ത് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം ചെറുകിട വ്യവസായങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നതുകൊണ്ട് വൻകിട വ്യവസായങ്ങൾക്കൊന്നും ഈ മേഖലയിലോട്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. അതേസമയം മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് കൊറിയ, തായ്വാൻ, അവയെല്ലാം ഇതുപോലെയുള്ള ഹോം അപ്ലയൻസസ്, ഓഫീസ് സപ്ലൈസ്, ലെതർ ഗുഡ്സ് ഇവയിലൊക്കെ കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് നടത്തിയ ഒരു സമയമായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിലൂടെയും അതുപോലെ തന്നെ റെസ്ട്രിക്ഷനിലൂടെയും 1966 മുതൽ 80 വരെ ഉള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉണ്ടായ വർധനവ് 1% വർഷം 1% ആയിരുന്നു. പോവർട്ടി റേഷ്യോ, ദാരിദ്ര്യക്ക് താഴെയുള്ളവര് ജനസംഖ്യയുടെ 36% റേറ്റ് ഓഫ് സേവിങ് നമ്മുടെ GDP-യുടെ 15%-ഓളമായിരുന്നു. 1991 നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട്, ലിബറലൈസ് ചെയ്യാനായിട്ട്, ഗ്ലോബലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ നടപടികളിലൂടെ ധാരാളം കമ്പനികളെ ലൈസൻസിങ് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കി. ഫോറിൻ കമ്പനികൾക്ക് കടന്നു വരാനുള്ള വഴി തിരിച്ചു. എക്സ്പോർട്ടും ഇമ്പോർട്ടും താരിഫ് റിഡക്ഷനിലൂടെ സ്മൂത്ത് ആക്കി. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? കോമ്പറ്റീഷൻ ആൻഡ് ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റൽ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ ചൈന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ് പോയത്. അവിടെ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട സെക്ടർ മുഴുവനും ഗവൺമെന്റ് മേഖലയിലായിരുന്നു. അതുപോലെ എഡ്യൂക്കേഷനും. 1978 ആയി കഴിഞ്ഞപ്പോൾ 3% ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, ചൈനയ്ക്ക് വേണ്ട ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഈ പബ്ലിക് സെക്ടർ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തു. മാത്രമല്ല രാജ്യത്ത് നല്ല സേവിങ്, ഈ കമ്പനികളുടെ ലാഭത്തിലൂടെ നല്ല സേവിങ് രാജ്യത്തുണ്ടാവുകയും ചെയ്തു. ആയിരത്തി 1958 മുതൽ 62 വരെ ചൈന നടപ്പിലാക്കിയ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അത് കാർഷിക മേഖലയ്ക്കും ചൈനയ്ക്കും മൊത്തത്തിലും ക്ഷീണമുണ്ടാക്കി. അതോടനുബന്ധിച്ചുണ്ടായ മാസീവ് ഫാമിൻ രാജ്യത്ത് 45 മില്യൺ ആൾക്കാരുടെ മരണത്തിന് കാരണമാക്കി. അതുപോലെ തന്നെ ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്ത കൾച്ചറൽ റെവല്യൂഷൻ, ഇത് എക്കോണമിയിലെ അസ്വസ്ഥതയ്ക്കും എക്കോണമിയുടെ പ്രവർത്തനങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ടും കാരണമായി. അങ്ങനെ എക്കോണമിയുടെ പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെയധികം താഴോട്ട് പോകുന്നതിന് കാരണമാക്കി. അങ്ങനെ 1978 ചൈനീസ് ഗവൺമെന്റ് എക്കോണമിയെ ലിബറലൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ട സ്റ്റെപ്സ് എടുത്തു. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സിയാവോ പിങ് അദ്ദേഹം പറയുകയാണ്, പൂച്ച കറുത്തതോ വെളുത്തതോ അല്ല പ്രശ്നം, എലിയെ പിടിക്കണം. അതായത് ചൈന ക്ലോസ്ഡ് ആയാലും ഓപ്പൺ ആയാലും ചൈനയ്ക്ക് വേണ്ടത് വികസനമാണ്. അത് വെസ്റ്റിൽ നിന്നായാൽ ചൈന ഓപ്പൺ ചെയ്യുന്നു. ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള വേറെ വസ്തുതകൾ തീർന്നു. അതുവരെയും റഷ്യയുടെ പ്ലാനിംഗ് പ്രോസസ്സിലൂടെ പോയ റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു അമേരിക്കയുമായി അടുക്കാൻ കാരണമായി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ബീജിംഗിൽ വരികയും
അത് ചൈനയ്ക്ക് UN മെമ്പർഷിപ്പ് കിട്ടുന്നതിനും അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിലിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർ ആവുന്നതിനും കാരണമായി. കാർഷിക മേഖലയെ ഒരു കാലത്ത് കമ്മ്യൂണിലൂടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാക്കി മാറ്റിയെങ്കിൽ ഇതാ ഈ ലിബറലൈസേഷനിലെ ഓണർഷിപ്പ് തിരിച്ച് കർഷകർക്ക് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം കർഷകർക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാമെന്നുള്ള അവസ്ഥ വന്നു. സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അതും കോസ്റ്റൽ ഏരിയകളിൽ സ്ഥാപിച്ചു. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹൈ ടെക്നോളജി ഇമ്പോർട്ട് പ്രോഡക്ട്സിനും അത് വഴിതെളിച്ചു. ചൈനയുടെ ഒരു പ്രത്യേകതയായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി ചൈനയ്ക്ക് ഗുണകരമായിട്ടുള്ളത് സ്പ്രെഡ് ചെയ്യുക. അദ്ദേഹത്തിന്റെ വാക്കാണ് ക്രോസിംഗ് ദ റിവർ ബൈ ടച്ചിങ് ദ സ്റ്റോൺസ്. ആഴം മനസ്സിലാക്കി നീന്തുക. അങ്ങനെ ഓരോ സ്റ്റേജിലും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ രാജ്യം മൊത്തം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിന്റെ ഇമ്പാക്ട്സ് പരിശോധിച്ചിരുന്നു. ഇനി ഇന്ത്യ ആൻഡ് ചൈന, ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? 1950 ഏകദേശം ഒരേ അവസ്ഥയായിരുന്നു. 1987 രണ്ട് രാജ്യങ്ങളുടെയും GDP തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. 1991 ഇന്ത്യ ലിബറലൈസ് ചെയ്തത്. അന്നും ഏകദേശം ഒരേ അവസ്ഥയിലായിരുന്നു ഇന്ത്യയും ചൈനയും. 2021 ആയപ്പോൾ ചൈന ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയുമായി. അത് നോമിനൽ GDP വെച്ചാണ് പറഞ്ഞത്. ഇനി പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ചാണെങ്കിൽ ചൈന ഇന്ന് ലോകത്തിലെ നമ്പർ 1 കൺട്രിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3ാമത്. 21% ലോക GDP-യിൽ ഇന്ത്യയുടെ ഷെയർ. അത് 26% ചൈനയുടെ. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ GDP 5 മടങ്ങ് 5.5 മടങ്ങ് കൂടുതലാണ് ചൈനയുടെ GDP. $1998 $1 ട്രില്യൺ US എന്ന മാർക്ക് ചൈന ക്രോസ് ചെയ്തു. 1 ട്രില്യൺ എന്ന് പറയുമ്പോൾ അത് വലിയ ഫിഗറാണ്. 1000 × 1000 മില്യൺ, മില്യൺ × 1000 ബില്യൺ × 1000 അതാണ് ട്രില്യൺ. അങ്ങനെ 1 ട്രില്യൺ US ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 98 ചൈനയ്ക്ക് സാധിച്ചു. ഇന്ത്യക്ക് വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷം 2007 1 ട്രില്യൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ 20 വർഷത്തേത് 6.61%. ചൈനയുടേത് 9.28%. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് GDP-യുടെ 43% ശരാശരി ഈ കഴിഞ്ഞ 20 വർഷത്തെ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ്. ചൈനയുടെ സേവിങ് 44%. അതായത് ഇൻവെസ്റ്റ്മെന്റ് 43%, ആവറേജ് ആണത്. ചില വർഷങ്ങളിൽ സേവിങ് 53% വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ സേവിങ് ആയിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് 34%. പക്ഷേ നമ്മുടെ സേവിങ് 28%. ആ ഡിഫറൻസ് 6%-ലധികം ഡിഫറൻസ് ആയിരുന്നു നമുക്ക്
കടമാറ്റെടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ചൈന എന്നും ഒരു സേഫ് പൊസിഷനിലായിരുന്നു ലിബറലൈസേഷന് ശേഷം. ഇനി ചൈനയുടെ പെർ ക്യാപിറ്റ GDP കളയാണ്. ഇനി ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ നമ്മുടെ കേസിൽ 23% ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. ചൈനയുടെ കേസിൽ 60% ഫീമെയിൽ ലേബർ ഫോഴ്സ് എംപ്ലോയിഡ് ആയിരുന്നു. അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ COVID-19 തൊട്ട് മുൻപ് വരെയുള്ള ഡേറ്റ പരിശോധിക്കുമ്പോൾ, ആ ഫെബ്രുവരി 19 ഡേറ്റ പരിശോധിക്കുമ്പോൾ 5% ചൈനയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. നമ്മുടെ എക്കോണമിയും കാര്യമായ പുരോഗതി എംപ്ലോയ്മെന്റ് വരികയുണ്ടായി. 7% നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും നോക്കുകയാണെങ്കിൽ, മർക്കൻഡൈസ് ട്രേഡ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 1995 മുതൽ എപ്പോഴും ഒരു എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി ആയിരുന്നു ചൈന. 2004 മുതൽ 2009 വരെയുള്ള സമയത്ത് 10 മടങ്ങായിട്ടാണ് ചൈനയുടെ എക്സ്പോർട്ട് കൂടിയത്. പക്ഷേ ഇന്ത്യ ഇന്നും നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ ഉള്ള അന്തരം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചൈന ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ക്വാളിറ്റി കോംപ്രമൈസ് ചൈനയുടെ ഭാഗത്തു നിന്നില്ലായിരുന്നു. അവര് എക്സ്പോർട്ട് ചെയ്ത കമ്മോഡിറ്റിയുടെ 21% ഇന്റർനാഷണൽ ക്വാളിറ്റിയെ ബേസ് ചെയ്തുള്ള എക്സ്പോർട്ട് ആയിരുന്നു. ആ ക്വാളിറ്റി എക്സ്പോർട്ട് അല്ലെങ്കിൽ ടെക്നോളജി എക്സ്പോർട്ട്സ് ഒരു കാരണവശാലും കുറയുകയില്ല. 21% ചൈനയുടെ ടെക്നോളജി എക്സ്പോർട്ട്. പക്ഷെ നമുക്ക് അവിടെ 6.4% ഇതുപോലെ ക്വാളിറ്റി പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചൈനയെ മുമ്പോട്ട് നയിച്ച ഫാക്ടേഴ്സിൽ ഒന്ന് സേവിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ചൈനയുടെ ഗ്രോത്തിന് സഹായിച്ചത് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ആണ്. ആഗോള റേറ്റിംഗ് ഏജൻസികൾ എപ്പോഴും ചൈനയെ അഡ്വാൻസ്ഡ് കൺട്രികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയാണ് ഈ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തത് അല്ലെങ്കിൽ ഉയർത്തിയത്? അതിന് റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൊഡക്റ്റീവ് മേഖലയിലോട്ട് റിസോഴ്സസ് റീഅലോക്കേറ്റ് ചെയ്യുന്നതിൽ ചൈന എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖല, ട്രേഡ്, സർവീസസ് ഇതെല്ലാം ലിബറലൈസ് ചെയ്തു. Huge amount was invested on education. ഇന്ന് ചൈന അറിയപ്പെടുന്നത് വേൾഡ് മാനുഫാക്ചർ എന്ന പേരിലാണ്. ചൈന ഒരു ക്ലാസിക്കൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്. കാരണം കാർഷിക മേഖലയിൽ നിന്ന് അഗ്രികൾച്ചർ സെക്ടറിലോട്ട്, അതിനുശേഷം സർവീസ് സെക്ടറിലോട്ട്. ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന അത്രയും നല്ല ഒരു സെക്ടർ വേറെയില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വികസനമാണ് ചൈനയുടെ കാതലായിട്ട് നിന്നത്. (2016) ചൈനയുടെ GDP-യുടെ 49% മാനുഫാക്ചറിങ് കമ്മോഡിറ്റി ആയിരുന്നു.
ഗ്ലോബൽ മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് ചൈനയെ ഇൻഡസ്ട്രിയൽ കൊമോഡിറ്റിയുടെ ഗണത്തിലാണ് റാങ്ക് ചെയ്തത്. മോസ്റ്റ് കോമ്പറ്റീറ്റീവ് മാനുഫാക്ചർ 40 അഡ്വാൻസ്ഡ് കൺട്രികളിൽ ഏറ്റവും മികച്ച മാനുഫാക്ചറർ എന്ന പദവിയാണ് ചൈനയ്ക്ക് നൽകിയത്. യുഎസിന്റെ സ്ഥാനം 2ാമതായിരുന്നു. ഈ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിലനിൽക്കാനായിട്ട് ചൈനയെ സഹായിച്ചത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് മുടക്കിയ പൈസയാണ്. അതിന്റെ ഫലമായിട്ട് സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ് ഇവയിൽ ഗ്രാജുവേഷൻ നടത്തിയ ധാരാളം ചൈനക്കാരാണ് ചൈന പ്രൊഡ്യൂസ് ചെയ്തത്. ദ വേൾഡ് ഇക്കണോമിക് ഫോറം അവരുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2018-ലും 2019-ലും ചൈനയെ 28ാമത്തെ രാജ്യമായിട്ട് പെടുത്തി. അവിടെ നമ്മുടെ സ്ഥാനം 68ആണ്. 140 രാജ്യങ്ങളിലാണ് ഈ ഒരു പൊസിഷൻ വന്നത്. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചൈനയിലേക്ക് വന്നത് 2018-ലെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ $139 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈനയിലേക്ക് വന്നത്. US കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ രാജ്യം. അത് ചൈനയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും ഇക്കണോമിക് ഗ്രോത്ത് ത്വരിതപ്പെടുത്തുന്നതിനും കാരണമാക്കി. $4,45,000 ഫോറിൻ ഇൻവെസ്റ്റഡ് എന്റർപ്രൈസസ് ആണ് ചൈനയിൽ ഉണ്ടായിരുന്നത് 2010. ഏകദേശം 55.2 മില്യൺ ആൾക്കാർക്കാണ് ഈ സ്ഥാപനങ്ങൾ ജോലി നൽകിയത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റഡ് എന്റർപ്രൈസസ് 35% കൊമോഡിറ്റിയാണ് ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്തത് 2003-ൽ. ചൈനയുടെ ഫോറിൻ ട്രേഡിലും ഈ കമ്പനികൾ നിസ്തുല സേവനം കാഴ്ചവെച്ചു. 58% ചൈനീസ് എക്സ്പോർട്സും, അതും 2005-ല് ഈ ഫോറിൻ ഇൻവെസ്റ്റഡ് എന്റർപ്രൈസസിന്റെ പ്രോഡക്ട്സ് ആയിരുന്നു. ഗ്ലോബൽ സ്ട്രാറ്റജി ഓഫ് ചൈന 2000-ൽ തന്നെ ഗ്ലോബൽ പവറായിട്ട് വളരാനുള്ള ചൈനയുടെ ശ്രമം ആരംഭിച്ചിരുന്നു. അതിന് ചൈനയെ സഹായിച്ച കീ ഫാക്ടർ അക്യൂമുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിരുന്നു. 2007-ൽ $1.4 ട്രില്യൺ ആയിരുന്നു അമേരിക്കയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ആദ്യകാലത്ത് US സെക്യൂരിറ്റി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ഈ സർപ്ലസ്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉപയോഗിച്ചിരുന്നത്. 2007-ൽ ചൈനീസ് ഗവൺമെന്റ് ചൈന ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്ന ഒരു സ്ഥാപനത്തിന് രൂപം നൽകി. അതെന്തിനു വേണ്ടിയായിരുന്നു? ഈ ഫോറിൻ എക്സ്ചേഞ്ച് ലാഭകരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നിക്ഷേപിച്ചപ്പോൾ അവരുടെ ശ്രദ്ധ രാജ്യത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ നൽകാൻ കഴിവുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്,
ശ്രീലങ്ക, ഈ രാജ്യങ്ങളെല്ലാം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന നടത്തുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈന ഇപ്പോഴും ചൈന തന്നെയാണ്. അതിന് കാരണം ഈ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിക്ക് രാജ്യത്തുള്ളത് 1,50,000 സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ആണ്. അത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് കമ്പനികളെ പോലെ കൂട്ടിക്കിടക്കുകയല്ല. ഫോർച്യൂൺ ഗ്ലോബൽ 500, അതായത് ലോകത്തിലെ 500 കമ്പനികളുടെ ലിസ്റ്റ് ഫോർച്യൂൺ മാസിക എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കാറുണ്ട്. അതില് 117 കമ്പനികൾ ചൈനീസ് കമ്പനികളാണ്. അതിനകത്ത് 500-ലെ 91 കമ്പനികൾ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ആണ്. അപ്പോൾ മികവിന്റെ കാര്യത്തില് ചൈനീസ് കമ്പനികളെ കടത്തിവിട്ടാനായിട്ട് മറ്റു രാജ്യങ്ങൾക്കാവുന്നില്ല. നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പട്ടികയില് ഈ 500-ത്തില് നമുക്ക് വെറും 7 എണ്ണമേ ഉള്ളൂ. അതിനകത്ത് റിലയൻസ്, പിന്നെ വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഇനി ഫിനാൻഷ്യൽ സെക്ടറിൽ അവിടെയും വിദേശ രാജ്യങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ചൈനയുടെ 4 പ്രധാനപ്പെട്ട ബാങ്കുകൾ, ദ ബാങ്ക് ഓഫ് ചൈന, ദ ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക്, ഇത് 4 ബാങ്കുകള് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നു. ഇനി ഇന്നോവേഷൻസ് എപ്പോഴും മാറി ചിന്തിക്കുന്ന രീതിയാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ചൈനയ്ക്ക് പറ്റുന്ന വഴി. മറ്റ് രാജ്യങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചൈന അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. ചൈനയുടെ രീതി എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ പ്രോജക്റ്റ് എടുക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള ലേബറേഴ്സിനെ, വർക്കേഴ്സിനെ അവിടെ കൊണ്ടുപോയി പണി ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ശ്രീലങ്കയില് ഏകദേശം 1000 ഹെക്ടർ സ്ഥലം അവിടെ ഇങ്ങനെ കടൽ നികത്തി ഉണ്ടാക്കുന്നു. അത് ചെറിയ ചൈനയായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ മുഴുവൻ പണിയെടുക്കുന്നത് ആരാണ്? ചൈനക്കാരാണ്. അപ്പോൾ ചൈനയുടെ ക്യാപിറ്റല്, അതുപോലെ തന്നെ ലേബർ ഫോഴ്സ്, ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാണ്ടുള്ള മെത്തേഡ്. അതുപോലെ മെയ്ഡ് ഇൻ ചൈന 2025 ചൈനയ്ക്ക് സ്വന്തമായ മേൽവിലാസം, സ്വന്തമായ പ്രോഡക്ട്സ്, അതും ക്വാളിറ്റി ഓറിയന്റഡ് പ്രോഡക്ട്സ്, അതിനെ ബേസ് ചെയ്ത് 2015 തന്നെ മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പദ്ധതിക്ക് രൂപം നൽകി. നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 608, ഏകദേശം നല്ല ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് രാജ്യങ്ങളില് കുറച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ FDI ഔട്ട്ഫ്ലോ. പക്ഷേ ഇതൊന്നും നമ്മുടെ രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നവയല്ല. അതിനാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. മേക്കിംഗ് ഇൻ ഇന്ത്യ 2014 ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ആ പ്രഖ്യാപനം, അത് ഫലവത്താവുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഇന്ന് നമ്മുടെ ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് V-Guard എന്നുള്ള ഇൻഡസ്ട്രി, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ, ഇതിന്റെ കവർ സഹിതം, ബോക്സ് സഹിതം ചൈനയിൽ നിന്നാണ് വരുന്നത്. വെറും മാർക്കറ്റിംഗ് മാത്രം. അത് മാറ്റി നമ്മുടെ ഇവിടെ കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ, അതുണ്ടാക്കാനായിട്ടാണ് ഈ മേക്കിംഗ് ഇന്ത്യ 2014.
അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് 2020 ഇതും നമ്മുടെ രാജ്യത്തെ സെൽഫ് സഫീഷ്യന്റ് ആക്കുക. മറ്റ് രാജ്യങ്ങളോട് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം സെൽഫ് സഫീഷ്യന്റ് ആകാനുള്ള മെത്തേഡ്സ് ആണ് ആത്മനിർഭർ ഭാരതിലൂടെയും പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നൂതനമായിട്ടുള്ള ഈ ഇന്നോവേറ്റീവ് പ്രോഗ്രാംസിലൂടെ നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ചൈനയോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു സേഫ് പൊസിഷനിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അനു സർ, am I audible? Thank you, sir, for the informative lecture. It's time for discussion. Students can raise their questions. Sir. Hello, sir. അർച്ചന പറഞ്ഞു കേൾക്കാം. സർ, ഇപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യയുടെയും ചൈനയുടെ ഒരു എക്കണോമിക് എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ? ഈ പാൻഡമിക് ഞാൻ പറഞ്ഞല്ലോ, അതായത് 2019 ഫെബ്രുവരി മാസത്തില് 5% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ചൈനയില്. നമ്മുടേത് 7%. നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇപ്പോൾ 27% വളർന്നു. ചൈനയുടേത് 20%. അപ്പൊ രണ്ട് രാജ്യങ്ങളും കാര്യമായ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതിന് കാരണം ലോക്ക്ഡൌൺ വന്നത് മൂലം നമ്മുടെ രാജ്യത്ത്, അതുപോലെ തന്നെ ചൈനയ്ക്കുണ്ടായത് മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയല്ല മറ്റ് രാജ്യങ്ങളിലുള്ള കയറ്റുമതിയിൽ കാര്യമായ കുറവ് വന്നു. അപ്പോൾ അങ്ങനെ തൊഴിൽ നഷ്ടം ഉണ്ടായി. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന ഘട്ടത്തിലാണ് രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ. നല്ല ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാറേ, എന്റേതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ കുറെ ഇവന്റുകൾ കണ്ട വെച്ച് നമ്മുടെ കേരളത്തില് പലപ്പോഴും ഈ മെർച്ചന്റ് അസോസിയേഷനും ഗവൺമെന്റും തമ്മിൽ പല ക്ലാഷുകൾ കണ്ടായിരുന്നു, ഈ കട തുറക്കുന്നതിന്റെയും ഒക്കെ ഇതില്. അപ്പോ അതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടോ? അതായത് ഇപ്പം അവരുടെ എക്കണോമിക്സിന്, അവരുടെ ആ ഒരു നിലനിൽപ്പിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും. കാരണം അതിന്റെ കൂടെ ഈ പറഞ്ഞ ആമസോണിന്റെ ഒരു ഇഷ്യൂവും കൂടെ വരുന്നുണ്ട്. കാരണം കൂടിയതോടെ ആൾക്കാർ, കടയിലുള്ള വിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ വരുമാനം കുറയുന്നു. അപ്പൊ സാറിന് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഉണ്ടോ? നമ്മുടെ
ഗവൺമെന്റ് ഒരു നയമുണ്ട്. ആ നയം ഇതാണ്: ഗവൺമെന്റിനെ ഉപദേശിക്കാനായിട്ട് വളരെ വിദഗ്ധരായ ഡോക്ടർ അടങ്ങുന്ന ഒരു സംഘമുണ്ട്. അത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാര്, അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവൺമെന്റ് ഓരോ പോളിസികൾക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ഈ കടക തുറക്കുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഇത് ഈ കോവിഡ് സ്പ്രെഡ് ചെയ്യാൻ കാരണമായേക്കും. ആ ഒരു മുന്നറിയിപ്പിന്റെ ബേസിലാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാര് അവര് നന്നേ ബുദ്ധിമുട്ടിലാണ്. രണ്ടു തരത്തിലാണ് അവർക്ക് ദോഷം ഉണ്ടാകുന്നത്. അവരുടെ പ്രോഡക്ട്സ് ഇരുന്ന് നശിക്കുന്നു. ഈ കടകൾ തുറക്കാതെ ഇരിക്കുമ്പോൾ മിക്ക പ്രോഡക്ട്സും അതുകൊണ്ട് തന്നെ നശിക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ആ തുണികൾ ഉറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചെരുപ്പ് കടകളിലെ ആ ലെതർ ചെരുപ്പുകളൊക്കെ ഉറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിഭാഗം സഫർ ചെയ്യുമ്പോൾ അവരെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് വേണ്ട അവരുടെ നിലനിൽപ്പിന് വേണ്ട ശമ്പളം കൊടുക്കാനായിട്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം, അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്നത്. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും നമുക്കിപ്പോൾ നടപ്പിലാക്കാവുന്ന ഒരു കാര്യം. സാറേ, വേറൊരു ചോദ്യം വെച്ചേ, നമ്മുടെ ഈ ഒരു സാധാരണയുള്ള കോമൺ പീപ്പിളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിയിൽ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ബാധിക്കാൻ ഉള്ള ഇതുണ്ടോ? നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തെങ്കിലും ഗവൺമെന്റ് പോളിസികൾ വഴിയാവും നമ്മളത് കൂട്ടുമ്പോൾ അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി അഫക്ട് ചെയ്യാൻ എന്തെങ്കിലും നല്ല പോസിറ്റീവ്ലി അഫക്ട് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞത് എംപ്ലോയ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണത്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് താല്പര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതോട് ചേർന്നെങ്കിലും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിർണ്ണയിക്കുന്നത്. അതിന് നമ്മുടെ എക്കോണമിക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇൻകം തികയില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണം. ഫോറിൻ കമ്പനികൾ വന്നു കഴിഞ്ഞ് അത് പക്ഷേ ചൈനയെ പോലെ നമുക്കത് ഡൈവേർട്ട് ചെയ്യാനായിട്ട്, നമുക്ക് എംപ്ലോയ്മെന്റ്, ഇപ്പോൾ വാഹനങ്ങൾ നിർമ്മിക്കുന്ന മേഖലയിലാണെങ്കിൽ ഒരു 2 വീലർ നിർമ്മിക്കുമ്പോൾ ഒരാൾക്ക് ഒരു എംപ്ലോയ്മെന്റ്, ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ജോലി കിട്ടും. ഒരു 4 വീലർ ആണെങ്കിൽ 4 പേർക്ക്, ഒരു വണ്ടി ഇറങ്ങുമ്പോൾ 4 പേർക്ക് ജോലി കിട്ടും. അങ്ങനെ കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലയിലോട്ട് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടും. അങ്ങനെ എംപ്ലോയിഡ് ആകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിവിങ് കൂടുന്നത്. അല്ലാതെ നമുക്ക് കുറച്ച് അൺഎംപ്ലോയ്മെന്റ് കോമ്പൻസേഷൻ കിട്ടിയതുകൊണ്ടല്ല. നമുക്ക് എംപ്ലോയ്മെന്റ് വേണം. ആ എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മൾ തൃപ്തരാകുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ലിവിങ് ഉണ്ടാകുന്നത്. സാറേ, അതിന്റെ കൂടെ അതല്ല, ഈ വില്ലേജ് പ്രൊഡക്ടിവിറ്റി കൂട്ടുവാണെങ്കിൽ അതുവഴി നമുക്ക് ഒരു ചാൻസ് ഇല്ലേ? അതായത് നമ്മുടെ വില്ലേജസിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ പറയുന്ന ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഫെസിലിറ്റീസ്, ബേസിക് ഫെസിലിറ്റീസ് ചെയ്യുമ്പോൾ അതൊരു വിധത്തിൽ നമ്മളെ സഹായിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അത് തൊഴിൽ കിട്ടുന്നത് എവിടെയാണെങ്കിലും ആ മേഖലയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തും. അത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകാതെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളത് നമ്മുടെ ഏരിയക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ദേശത്തിന്, ആ പ്രദേശത്തിന് ഇണങ്ങിയ രീതിയിലുള്ള തൊഴിലായിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ കോട്ടയം അവിടെ അടുത്ത് വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളത്തിന്റെ ബോർഡറായിട്ട് വരും. അവിടെ കൊണ്ട് നമ്മളൊരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിച്ചു. ആ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിച്ചപ്പോൾ അതിനു വേണ്ട മുള വരുന്നത് ആസാമിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ അസംസ്കൃത വസ്തുക്കൾ ദൂരെ നിന്ന് വരുന്ന ഒരു കമ്പനിക്ക് അധികം നാള് റൺ ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ ആ ലോക്കൽ ഏരിയ ഏതാണോ അവിടെ തുടങ്ങുന്ന കമ്പനികൾക്ക് അവിടെ വളരാൻ പറ്റിയ സാഹചര്യം വേണം.
അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ അതിന് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഉള്ള സ്റ്റഡി നടത്തി നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് ആ പ്രദേശത്തിന് ഗുണകരമായിരിക്കും, അത് വിജയിക്കുകയും ചെയ്യും. നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റഡി നടത്താതെ, പ്രാരംഭ സ്റ്റഡി നടത്താതെ കുറെ എവിടെയെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുക, അതുകൊണ്ട് കാര്യമില്ല, അത് നിന്നുപോകും. ഹലോ സാർ. സാർ, ചൈനയിൽ ഈ അർബൻ ഏരിയാസും റൂറൽ ഏരിയാസും തമ്മിൽ ഇൻകം ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഡെവലപ്മെന്റിനെ ബാധിക്കും? നല്ല ഇൻകം ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതിൽ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റിയാണ് ചൈനയിൽ കണ്ടുവരുന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് വളരെ നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യമായ വായനയുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥിക്ക് വേണ്ടത് വായനയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഞാൻ ചിലപ്പോൾ ഒന്ന് പ്രശ്നമില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല വായനയുള്ള കുട്ടികളാണ്. ഇങ്ങനെ വായിക്കുന്നവരുടെ കയ്യിലാണ് നാളത്തെ ലോകം. നാളത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് നിങ്ങളെപ്പോലുള്ളവരാകണം. അങ്ങനെയുള്ളവര് പോളിസിക്ക് രൂപം കൊടുത്താൽ മാത്രമേ സ്ഥായിയായിട്ടുള്ള ഡെവലപ്മെന്റ് എക്കോണമിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ രാജ്യത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ സൊസൈറ്റിയെ പറ്റി ചിന്തിക്കുന്ന, മറ്റു രാജ്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ വിദ്യാർത്ഥികൾ, നിങ്ങളാണ് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ. നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാകാനായിട്ട് നമ്മുടെ പോളിസികൾ രൂപീകരിക്കുന്നതിൽ, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ നല്ല മാനേജേഴ്സ് ആകാനായിട്ടൊക്കെ സാധിക്കട്ടെ, നല്ല ടീച്ചേഴ്സ് ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ എന്നെ ക്ഷണിച്ച അനൂപ് സാറിനും, അതുപോലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മേധാവി റെജി മാത്യു സാറ്, കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് മാത്യു സാറ്, ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഭാഗങ്ങളെ എല്ലാവരോടുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. Thank you, sir. Now we have come to the close of today's meeting. I invite Mr. George Thomas, Secretary of Economic Association, to propose vote of thanks. Hello, sir. Am I audible? Yes, George. Good morning to one and all. Respected Principal Dr. Varghese Matthew sir, Honorable Chief Guest of the day Dr. Shaju MJ sir, Head of Department of Economics Professor Reggie Matthew sir, other faculty members and students. On behalf of the entire Economics Department fraternity and the organizing committee, I feel immense pleasure to propose a vote of thanks. First of all, I would like to thank our Chief Guest Dr. Shaju MJ sir, Associate Professor and Head of Department of Economics, Basilis College, Kottayam, for taking out time from his busy schedule to enlighten us with his knowledge. He has shared his views on development strategy of India and China. It was really informative lecture, and I'm pretty sure that it will definitely help in our future studies. He rightly talked about how China's reforms in various sectors helped them to become a classical model of development in the world and achieve unprecedented level of prosperity and influence. Thank you, sir, once again. I would like to express our deep gratitude to the Principal, Dr. Varghese Matthew sir, for his valuable presence in this meeting. I would also like to thank our beloved Head of Department, Professor Reggie Matthew sir, for his guidance and moral support. I am happy to express the vote of thanks to Anup sir, President of Economic Association, Arvind sir, Vinu sir, Georgie sir, and all others who has made this meeting a grand success through their motivation and dedication. I would also thank Ms. Reshmi P, 3rd BA Economics, and Ms. Sharina S. Yohanan, 2nd BA Economics, who have helped us throughout with the comparing of this meeting. Last but not the least, I thank all the students who participated in this meeting. Thank you all and have a nice day. Thank you, George. Thank you, respected teachers and dear students, for spending your valuable time. Let's wish this new beginning will take us forward to contribute
more for enhancing